എന്താ ചെയ്യൂ? ആ എന്തല്ല ചേട്ടാ? നീ എന്നാ ഒറ്റയ്ക്കിരിക്കുന്നത്? നിന്റെ ചങ്ങായിമാരും വന്നില്ല? ഇല്ല ചേട്ടാ, നമ്മളെ ബാലാട്ടിന്റെ ചെക്കൻ മരിച്ചില്ലേ, എല്ലാരും ആടെയുള്ളു. അല്ല, അതെന്താ നീ പോയില്ല? ഇത്രയും നേരം ഞാൻ അടയനു, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നിനി. നിങ്ങൾ അങ്ങോട്ട് പോകുന്നില്ലേ? ആ, ഞാൻ അങ്ങോട്ടേക്കാ പോകുന്നു. അധിക നേരമാണ് നിൽക്കാനാവില്ല ചേട്ടാ, കൂക്കയും കരച്ചിലും. അവളിപ്പാ ബാലിനാകെയുള്ളത് ചെക്കൻ മാത്ര, അതാണെങ്കിൽ ഇങ്ങനെയായി. എന്ത് കളിയാ ചേട്ടാ ചെക്കനെല്ലാം കളിക്കുന്നത്? ബസ്സിന് അങ്ങോട്ട് പോയി കയറി കൊടുത്തേ പോലും. കണ്ട ആൾക്കാരെല്ലാം പറയുന്നു ചെക്കന് മരണ സ്പീഡായി. ചേട്ടാ, ബൈക്കെല്ലാം മക്കൾക്ക് ഓടിച്ചു കൊടുക്കണം, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ റോഡ് മുഴുവൻ കൂടി വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് പോകാനും കൂടി പറഞ്ഞു കൊടുക്കണം. ആരെ പറഞ്ഞ് മനസ്സിലാക്കാനാ ഷൈജു? ആന്നാ ചേട്ടാ, ഇപ്പോഴത്തെ പിള്ളേർ ആരെങ്കിലും പറഞ്ഞ അനുസരിക്കുക. അത് ശരിയാ. പോരാത്തതിന് ബാലാട്ടൻ ചക്കന് വായിക്കൊടുത്ത് ബൈക്കിന്റെ പുറകു വശം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന. അല്ല, അത്ര കമടാ. പിന്നെ എന്റെ ചേട്ടാ, ആ വണ്ടീന്റെ ബ്രേക്ക് അറിഞ്ഞൊന്ന് ചവിട്ടിയുണ്ടല്ലോ, ബേക്കിലിരിക്കുന്ന ആ മരത്തിന് മേലെ ഉണ്ടാവുക. എന്റെ മോനെ, എന്നാ പിന്നെ നിങ്ങള് പോയിട്ട് വായിച്ചേട്ടാ. അല്ല ഷൈജു, നിന്റെ ഭാര്യന്റെ ഞങ്ങളെ വീട്ടിൽ വല്ലാത്ത പ്രശ്നക്കാരനല്ലേ? എന്റെ ശശിയേട്ടാ, ഒന്നും പറയാണ്ടിരിക്കുന്ന നല്ലത്. ഏട്ടങ്കാറ് പിടിച്ച ഒരു സാധനം. എന്നാ ഞാൻ വേഗം വീട്ടിലോട്ട് പോടാ. അല്ലപ്പാ, ഇപ്പൊ നിങ്ങള് മരിച്ചെടുത്ത് പോകുന്നില്ലേ? മോനെ, എന്റെ വീട്ടിൽ പന്തിരാണ്ടിരിക്കണെങ്കിലേ ഞാൻ പെട്ടെന്ന് വീട്ടിലെത്തണം. ആന്നാ ചേട്ടാ കാര്യോ? ചെക്കന്റെ വാശി കാരണം നീ ഇപ്പം പറഞ്ഞ പോലത്തെ ബൈക്ക് ഞാൻ ഇന്നലെ വാങ്ങിച്ചു കൊടുത്ത്. നല്ല കാര്യായി. ഞാൻ ആർക്കെങ്കിലും മറിച്ചു കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ശശിയേട്ടാ അടക്ക്. എന്നാടാ? ശശിയേട്ടാ, നിങ്ങൾ കൊടുക്കുന്നുണ്ട് കണക്ക് തന്നെ. നീ ഇന്നലെ തമാശ പറയതാ? അതിന് എനിക്ക് ഓടിക്കാൻ അറിയാ? അനക്കല്ലപ്പാ. പിന്നായിരിക്കാ? അത് അനക്കല്ല, ഓളെ ആങ്ങളക്കാ. അളിയന്. അല്ലടാ, അറിഞ്ഞുകൂടി ഈ പണിയെടുക്കണ? എന്റെ ശശിയേട്ടാ, അങ്ങനെ ഇന്ന് സൂര്യൻ കിട്ടുന്നുണ്ട്, കിട്ടട്ടെ. നിന്റെ വല്ലാത്തൊരു ബുദ്ധി തന്നെ.